നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊടുവിൽ 148 സീറ്റുകളിൽ മത്സരിച്ച BJP 132 സീറ്റുകൾ സ്വന്തമാക്കിയത് വൻ അട്ടിമറിയുടെ ഭാഗം തന്നെയാണ് എന്നുള്ളത് ഷിൻഡെയും അജിത് പവാറും വരെ തുറന്നു സമ്മതിക്കുന്ന സ്ഥിതിവിവര കണക്കിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. ഷിൻഡെ പറയുന്നത് ഏറ്റവും വലിയ സ്ട്രൈക്ക് റേറ്റ് BJP നേടിയെടുത്തതിൽ വലിയ രീതിയിലുള്ള ഗൂഢശ്രമങ്ങളുണ്ട്, അവർ വലിയ അട്ടിമറിയാണ് നടത്തിയത് എന്ന ആരോപണം ഷിൻഡെ വിഭാഗത്തിലുള്ള 3 MLA-മാർ പരസ്യപ്പെടുത്തിയതോടുകൂടി വൻ രാഷ്ട്രീയ വിവാദമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മന്ത്രിസഭ പുനഃസംഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വൈകുകയാണ്. അതിനകത്ത് മന്ത്രിസഭ പുനഃസംഘടന അഥവാ ക്യാബിനറ്റ് എക്സ്പാൻഷനിൽ ഷിൻഡെ MLA-മാർക്ക് മാത്രം ആദ്യം സ്ഥാനം എന്ന രീതി അവലംബിക്കാൻ തന്നെ കാരണം നിലവിലെ മുഖ്യമന്ത്രി സ്ഥാനം BJP സ്വന്തമാക്കിയതിൻ്റെ ഭാഗമായാണ്. ഷിൻഡെ അനുനയിപ്പിക്കാൻ 12 MLA-മാരെ മന്ത്രിമാരാക്കി ക്യാബിനറ്റ് വികസിപ്പിക്കുമ്പോൾ ഒരൊറ്റ MLA BJP-യിൽ നിന്ന് മന്ത്രിയായി സത്യമറിഞ്ഞ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്കാണോ മഹാരാഷ്ട്ര നീങ്ങുന്നത് എന്ന് കൃത്യമായി തന്നെ BJP-യുടെ സംസ്ഥാന നേതാക്കൾ ചോദിക്കുന്നു. ഫട്നാവിസ് മാത്രമല്ലല്ലോ BJP എന്നാണ് പങ്കജ മുണ്ടയും അതുപോലെ പൂനം മഹാജനുമൊക്കെ ചോദിക്കുന്നത്. MLC-മാർക്ക് പ്രാധാന്യമില്ല, അതിനകത്ത് BJP-യുടെ സർവാധിപത്യം നടക്കും എന്ന് വിചാരിച്ചിരുന്നിടത്താണ് ഷിൻഡെ അവിടെ കോലിട്ടിളക്കുന്ന പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. ഏകനാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രി ആയെങ്കിൽ പോലും നിരവധിയായ ക്യാബിനറ്റ് പോർട്ട്ഫോളിയോകൾ ഷിൻഡെ തട്ടിയെടുത്തിരിക്കുന്നു എന്ന പരാതി ഉണ്ടായിക്കഴിഞ്ഞിരിക്കുകയാണ്. BJP-യിൽ 40ഓളം പേർ ചേരി തിരിഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കത്തിലാണ്. ഇതിനിടയിൽ ശിവസേനയിൽ വീണ്ടും ഒരു പിളർപ്പിലേക്ക് നീങ്ങുകയാണ്. ഷിൻഡെ വിഭാഗത്തിലുള്ള മന്ത്രിസ്ഥാനം കിട്ടിയ MLA-മാരും മന്ത്രിസ്ഥാനം കിട്ടാത്ത MLA-മാരും തമ്മിലുള്ള പടലപ്പിണക്കത്തിലേക്ക് നീങ്ങുമോ എന്നാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്. മഹാരാഷ്ട്രയിൽ ക്യാബിനറ്റ് വികസനം പരമാവധി മൊത്തം സീറ്റിൻ്റെ 15%. അതായത് ഇപ്പോഴത്തെ സ്ഥിതിവിവര കണക്കനുസരിച്ച് 44 സ്ഥാനങ്ങളുണ്ട്, മുഖ്യമന്ത്രി അടക്കം. ഈ 44 സ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രി സ്ഥാനം മാത്രം BJP നേടിയിട്ട് ബാക്കിയെല്ലാം ഷിൻഡെയ്ക്കും അജിത് പവാറിനും മാത്രമായി വീതം വയ്ക്കാനാണോ സാധ്യത എന്നാണ് BJP നേതൃത്വം ചോദിക്കുന്നത്. BJP-യിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ആഭ്യന്തര പ്രശ്നം ഉടലെടുത്തിരിക്കുന്നു. ഷിൻഡെ വിഭാഗത്തിലും അതുപോലെ തന്നെയാണ് പ്രശ്നങ്ങൾ ഉള്ളത്. ഇതിനകത്ത് തന്നെ 2 തട്ടിലേക്ക് നീങ്ങുന്നു. ഉദ്ധവ് പക്ഷത്തോട് ഇപ്പോഴും കൂറ് കാണിക്കുന്ന ഷിൻഡെ MLA-മാരിൽ 12ഓളം പേർ ഉണ്ട് എന്ന പഠനമാണ് വന്നിരിക്കുന്നത്. അവരെ ഏത് രീതിയിൽ ചിന്തിക്കും? BJP മഹാരാഷ്ട്രയുടെ ഭരണം പിടിച്ചെടുക്കുമ്പോൾ അവിടെ ശിവസേന ഒന്നുമല്ലാതാവുകയാണോ എന്ന ചോദ്യം പലരും ചോദിച്ചിരുന്നു. ആ പ്രശ്നം താൽക്കാലികമായി ഒതുക്കി തീർക്കാനാണ് ഷിൻഡെയെ കൂടുതൽ പ്രാതിനിധ്യം കൊടുത്ത് ക്യാബിനറ്റിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്നുള്ള MLA-മാരെ ആക്കുന്നതെന്നാണ് BJP-യുടെ പ്രശ്നം. എന്നാൽ അത് കൂടുതൽ പടലപ്പിണക്കത്തിലേക്ക് BJP നേതൃത്വത്തിനുള്ളിലേക്ക് ഒരു കല്ലുകടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു.